ഹായ് ഓൾ, എല്ലാവർക്കും നിവാ ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ജോർജറ്റിന്റെ അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് കാണിക്കുന്നത് എല്ലാം തന്നെ ജോർജറ്റ് ഫാബ്രിക്സ് തന്നെയാണ് കേട്ടോ. പല കളറിൽ, പല ഡിസൈനിൽ, പല റേറ്റിൽ വരുന്ന ഐറ്റംസ് ആണ്. അതുകൊണ്ട് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രദ്ധിക്കുക. കാരണം എല്ലാം നിങ്ങൾക്ക് പറ്റുന്ന അഫോർഡബിൾ റേറ്റിൽ തന്നെയാണ് എല്ലാ ഐറ്റംസും നമ്മൾ എത്തിച്ചിരിക്കുന്നത്. കുറെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. കാരണം കുറെ ഐറ്റംസ് ഉണ്ട്. അപ്പം കുറച്ചും കൂടെ ലെങ്തി ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. ആദ്യമായി ഞാൻ കാണിക്കുന്നത് സീഫോം കളറിൽ വരുന്ന ജോർജറ്റിന്റെ ഒരു ഫാബ്രിക് ആണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഡിമാൻഡ് ഉണ്ടാകുന്ന ഒരു ഐറ്റവും കൂടിയാണ് ഇത്. കാരണം ഇതിന്റെ ഈ ഒരു യോക്ക് ഏരിയയിലെ വരുന്ന വർക്ക് തന്നെയാണ് ഇതിന്റെ ഏറ്റവും അട്രാക്റ്റീവ് എന്ന് പറയുന്നത്. അത്ര ഭംഗിയിലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ ബീഡ്സ് സിഗ്സാക്ട് രീതിയിലാണ് രണ്ട് സൈഡിലേക്കും പോയി അതിൽ ഓഫ് വൈറ്റ് കളറിലെ പേൾ വർക്ക്സ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല രസമാണ് കാണാൻ. ഈ ഒരു വർക്ക് മാത്രം മതി ഈ ഒരു നമ്മളെ ഭയങ്കര അട്രാക്റ്റീവ് ആക്കും. അത് മാത്രമല്ല ഈ രണ്ട് സൈഡിലും ബുള്ളി നോട്ട്സും ഒക്കെ വെച്ചിട്ടുള്ള അടിപൊളി ചില ഫ്ലവേഴ്സിന്റെ ഒരു വർക്ക് വരുന്നുണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 1700 ആണ് കേട്ടോ. ഇതിന്റെ ഷോളിലാണെങ്കിലും നല്ല ഭംഗിയുള്ള വർക്കാണ്. ടോൺ ടു ടോൺ ആയതുകൊണ്ട് തന്നെ സൈഡ് നമ്മൾ കുറച്ചും കൂടി ഒന്ന് തടിയൊക്കെ കുറഞ്ഞ പോലെ സ്ലിം ആയിട്ട് ഫീൽ ചെയ്യാനായിട്ട് സഹായിക്കും. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അടുത്തത് ഇതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത്. ഒരു ഗ്രേ കളർ അല്ലേ, നമുക്ക് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. നല്ല രസമുണ്ട് കാണാന്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേ വരുമ്പം ഒരു വൈറ്റ് ഷെയ്ഡിൽ ഒരു വാട്ടർ കളറിലുള്ള ഷുഗർ ബീഡ്സിന്റെ വർക്കാണ് വന്നിരിക്കുന്നത്. ഇത് രണ്ട് സൈഡിലും വർക്ക് വരുന്നത്. അത് മാത്രമല്ല യോക്ക് ഏരിയയിൽ ഒരു കുറച്ച് ഭാഗമല്ല, നല്ല ലെങ്തി ആയിട്ടാണ് വർക്ക് വന്നിരിക്കുന്നത്. ശരിക്കും ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. നമ്മളായിട്ട് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വർക്കിന് തന്നെ നമ്മൾ ഇതിൽ കൂടുതൽ കോസ്റ്റ് കൊടുക്കണം. അത്രയും നല്ല ഹെവി വർക്കാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഈ രീതിയിലായിരിക്കും കേട്ടോ. ദുപ്പട്ടയ്ക്കാണെങ്കിൽ 4 സൈഡിലും പൈപ്പിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. നല്ല ഫിനിഷിംഗിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 1700 ആണ് കേട്ടോ. ഇപ്പൊ ഞാൻ കാണിച്ച രണ്ടെണ്ണത്തിന്റെ റേറ്റ് 1700. ഇപ്പം ജോർജറ്റിന്റെ പല ഡിസൈൻ ഉള്ളതാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കാം. ഇപ്പൊ നേരത്തെ കാണിച്ചതിനാണെങ്കിലും വിത്ത് ലൈനിങ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതും വിത്ത് ലൈനിങ് ആണ് ഇത് വരുന്നത്. ഇതാണെങ്കിലും ശരിക്കും ഒരു സീഫോം കളറിലാണ് വന്നിരിക്കുന്നത്. ഇത് ഫുള്ള് ബുള്ളി നോട്ട്സ് വെച്ചിട്ട് നല്ല ഹെവി ആയിട്ട്, എസ്പെഷ്യലി ത്രെഡ് സ്റ്റോൺ വർക്ക് ഒന്നും വേണ്ട, നമുക്ക് ത്രെഡ് വർക്ക് മതി എന്ന് പറയുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പിന്നെ ഇടയ്ക്ക് മാത്രം കട്ട് ബേസ്, ഇതിനെ കാണാൻ പോലും ഇല്ല. അവിടെ ഇവിടെയും കുറേശ്ശെ ഒരു ലൈക്ക് ചെറിയ രീതിയിൽ വന്നിട്ടുള്ളൂ. നല്ലൊരു ഓപ്ഷനാണ്. ഫുള്ളായിട്ട് ഒരു നമ്മുടെ യോക്ക് ഏരിയ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ അത്രയും വിട്ടിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 1600 ആണ് കേട്ടോ. ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഈ രീതിയിലാണ്. ശരിക്കും ഒരു പേസ്റ്റൽ കളേഴ്സ് ഒക്കെ, പേസ്റ്റൽ ചാർട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ജോർജറ്റ് ആയതുകൊണ്ട് തന്നെ കുറെ കാലം നിൽക്കും. നമുക്ക് നന്നായി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ ഇതിനാണെങ്കിൽ കുറെ ലൈഫ് കിട്ടുന്ന ഒരു ഐറ്റം കൂടിയാണ്. ഇതൊരു പിങ്ക് കളറില് പിങ്ക് ഒക്കെ ഇടുമ്പോഴേക്കും നല്ല രസമല്ലേ കാണാൻ. നല്ല ഭംഗിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല ഫിനിഷിംഗ് ആണ് ഇതിന്റെ ദുപ്പട്ടയ്ക്കൊക്കെ ആണെങ്കിൽ തന്നെ. കണ്ടില്ലേ, ഇത് 1600 തന്നെയാണ് കേട്ടോ. ഇതിന്റെ തന്നെ ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചതിന്റെ ഒരു 3-4 കളർ ചേഞ്ചസ് ആണ് വരുന്നത്. എല്ലാം തന്നെ ഒരു പേസ്റ്റൽ ചാർട്ടിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഓവറോൾ ലുക്ക് നീ കാണിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നിവാ ഡിസൈൻസിന്റെ പേജ് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മളോട് ഒരുപാട് കസ്റ്റമേഴ്സ്, എസ്പെഷ്യലി NRIs ഒക്കെ ചോദിക്കാറുണ്ട് ഞങ്ങൾക്ക് ഇന്റർനാഷണൽ ഡെലിവറി ലഭിക്കുമെന്ന്. അപ്പം നമ്മൾക്ക് ഇന്ത്യയിൽ മാത്രമല്ല ഓൾ വേൾഡിൽ നമ്മൾ ഇന്റർനാഷണൽ ഡെലിവറി അവൈലബിൾ ആക്കുന്നുണ്ട് കേട്ടോ. ബൈ കൊറിയർ ആൻഡ് പോസ്റ്റൽ സർവീസസ് ഉള്ള ഏരിയയിലേക്ക് നമ്മൾ പോസ്റ്റൽ സർവീസ് വഴിയും ഇന്റർനാഷണൽ ഡെലിവറി കൊടുക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കോസ്റ്റ് എല്ലാം കൺവീനിയന്റ് ആയ രീതിയിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തത് വരുന്നത് ഒരു പേസ്റ്റൽ പീച്ച് ഷെയ്ഡിലാണ്. പേസ്റ്റൽ പീച്ചൊക്കെ വരുമ്പോഴേക്കും നല്ല ഭംഗിയുണ്ട്. കണ്ടില്ലേ, നല്ല കറക്റ്റ് ഷേപ്പിൽ അടിക്കുമ്പോഴേക്കും നല്ല ഭംഗിയാണ് കേട്ടോ. 1600 തന്നെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. കണ്ടില്ലേ, ശരിക്കും ജോർജറ്റ് നമ്മൾ അടിച്ചു കഴിഞ്ഞ് നമ്മൾ ഇട്ട് കാണുമ്പോഴാണ് ശരിക്കും അതിന്റെ ആ ഒരു ഭംഗി അറിയാം. ഇതിന്റെ ഇപ്പൊ ഞാൻ കാണിച്ചതെല്ലാം തന്നെ 1600 ആയിരുന്നു. ഇപ്പൊ ഞാൻ കാണിക്കുന്ന ഈ ഒരു ഫാബ്രിക്കും, അതായത് നമ്മളുടെ കയ്യിൽ പല ഐറ്റംസ് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിലാണ് അവൈലബിൾ ആയിരിക്കുന്നത്. ഇപ്പൊ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഓൾറെഡി കണ്ട ഐറ്റംസ് ആണല്ലോ. ആക്ച്വലി കുറെ ഐറ്റംസ് ഭയങ്കര ഡിമാൻഡായിട്ട് നമുക്ക് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കുറെ ഐറ്റംസ്. കുറച്ച് പുതിയ ഐറ്റംസ് ഉണ്ട്.
ഈ ഐറ്റം ഒക്കെ ആണെങ്കിലും ഭയങ്കര മൂവിങ് ആയിരുന്നു. എസ്പെഷ്യലി ഇത് ഭയങ്കര ഇൻട്രസ്റ്റ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു കട്ട് ബീഡ്സ് ഒക്കെ ഷുഗർ ബീഡ്സും ബുള്ളി നോട്ട്സ് ഫ്രഞ്ച് നോട്ട്സ് ഒക്കെ വെച്ചിട്ടുള്ള ഫുള്ളായിട്ട് നല്ലൊരു സിമ്പിൾ വർക്കാണ്. കാണുമ്പോൾ അധികം ഹെവി ഒന്നും അല്ല, പക്ഷെ നല്ല സിമ്പിൾ ആണ്. ഒരു ഒലീവ് ഗ്രീൻ കളറിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ശരിക്കും ഈ ഒരു യോക്കേരിയിൽ വരുന്ന അതേ കളറിലുള്ള വർക്ക് തന്നെയാണ് ഇതിന്റെ ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത്. നല്ല ഹെവി ആയിട്ട് ചെയ്തിട്ടുണ്ട്. 4 സൈഡിൽ നല്ല അടിപൊളി പൈപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 1600 തന്നെയാണ് കേട്ടോ. അടുത്തത് വരുന്നത് അതായത് ഞാൻ ബോട്ടം പറയാൻ വിട്ടിട്ടുണ്ട് തോന്നുന്നു. സെയിം ടോൺ ടു ടോൺ ആണ് കേട്ടോ. എല്ലാം തന്നെ സലൂൺ ആണ് ബോട്ടം വന്നിരിക്കുന്നത്. ഇതിന്റെയും സെയിം തന്നെ കേട്ടോ. ഇതിന് വിത്ത് ലൈനിങ് അല്ല, നേരത്തെ കാണിച്ചെല്ലാം തന്നെ ലൈനിങ് ഉണ്ടായിരുന്നു. ഇതിന് വിത്ത് ലൈനിങ് അല്ല. ഇതിന്റെ റേറ്റ് വരുന്നത് 1799 ആണ്. ഇതിന്റെ റേറ്റ് കുറച്ച് കൂടുതൽ ഫീൽ ചെയ്യുന്നത് കാരണം ഇത് ദുപ്പട്ടയാണ്. ദുപ്പട്ടയുടെ വർക്ക് വരുമ്പോഴേക്കും അത് നമുക്ക് കുറച്ചും കൂടെ കോസ്റ്റ്ലി ആയിട്ടാണ് എത്തുന്നത് സാധനം. ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഓർഗൻസ ദുപ്പട്ടയാണ്. ഓർഗൻസ ദുപ്പട്ടയില് ഫുള്ളായിട്ട് 2 സൈഡിലും ശരിക്കും പറഞ്ഞാൽ നല്ല കളർഫുൾ ആയിട്ടുള്ള ബോർഡർ ഒക്കെ കൊടുത്ത് അതിനകത്ത് ഫുൾ ഹാൻഡ് എംബ്രോയിഡറി വർക്ക് ചെയ്ത് നല്ല ഭംഗിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഫുൾ ബോഡിയിലാണെങ്കിലും സെയിം രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വരുമ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, ലൈക്ക് ഇതില് ഹാൻഡ് എംബ്രോയിഡറി വർക്കാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരു ത്രെഡ് വർക്ക് വന്നിട്ട് അതിനിടയിൽ കൂടെ സീക്വൻസ്, പലരും പറയാറുണ്ട് സീക്വൻസ് ഇഷ്ടമാണ്. ആക്ച്വലി സീക്വൻസ് വർക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആണ്. അതായത് നമ്മൾ ഭയങ്കര ഒരുപാട് എടുത്ത് കാണിക്കാതെ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സെയിം ടോണിനോട് ചേരുന്ന രീതിയിലാണ് സീക്വൻസ് വർക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർക്കിനെ അത്രയും അട്രാക്റ്റീവ് ആക്കും. ഇതിലാണെങ്കിൽ ആ പേഴ്സ് ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഭംഗിയാണ്. അത് മാത്രമല്ല ഈ ഒരു ജോർജറ്റ് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. അടുത്തത് വരുന്നത് ടീ ബ്ലൂ കളറിലാണ്. ഇത് ശരിക്കും പറഞ്ഞാല് ശരിക്കും ഫുള്ളി ഒരു സ്റ്റോൺ വർക്ക് പോലും വേണ്ടാന്ന് വിചാരിക്കണം. അവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. അത് മാത്രമല്ല നല്ല ബ്രൈറ്റ് കളറുമാണ്. ഇത് നല്ല ബ്രൈറ്റ് ആയിട്ടാണ് ഫുൾ ഹാൻഡ് എംബ്രോയിഡറി വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതിന്റെ കൂടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഷിഫോണിന്റെ ദുപ്പട്ടയാണ്. അത് മാത്രമല്ല 4 സൈഡിലും ക്രോഷ്യോ ലേസ് ഒക്കെ ചെയ്തിട്ട് ഫുള്ളായിട്ട് ഫുൾ ബോഡിയിലും ഷിഫോണിന്റെ ദുപ്പട്ടയിൽ വന്നിട്ട് ഫുള്ളായിട്ട് മെഷീൻ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ റേറ്റ് വരുന്നത് 1599 ആണ് കേട്ടോ. അടുത്ത കണ്ടില്ലേ ഒരു പാരറ്റ് ഗ്രീൻ കളർ, കുറച്ച് ബ്രൈറ്റ് ആയിട്ട് അടിപൊളി ബ്രൈറ്റ് കളറൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ഇത് കണ്ടില്ലേ നല്ലൊരു ചില ഫ്ലവേഴ്സിന്റെ അടിപൊളി വർക്കാണ്. ഇവിടെ ഈ ഒരു ഒരുപാടൊന്നും വേണ്ട, കുറച്ച് സിമ്പിൾ ആയിരിക്കണം എന്നൊക്കെ വിചാരിക്കുന്നത്. ഒരു 40+ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വർക്കൊന്നും വേണ്ട, സിമ്പിൾ ആയിരിക്കണം. അത് മാത്രമല്ല കൈക്കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോകുന്നവർക്കാണെങ്കിലും ജോർജറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. കാരണം കുട്ടികളുടെ ദേഹത്ത് സ്റ്റോൺസ് ഒന്നും കൊള്ളില്ല, എന്നാൽ നല്ല വർക്ക് വരുന്നുണ്ട്. പിന്നെ ദുപ്പട്ടയാണെങ്കിലും നല്ല ബ്രൈറ്റ് ആണ്. കളർഫുൾ ആയിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ ഇത്. അടുത്തത് വരുന്നത് ഇതൊരു ശരിക്കും ഐവറി ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 1530 ആണ് കേട്ടോ. ഇതിലും ഈ ഒരു പോർഷനിൽ യോക്ക് ഏരിയയിൽ ഇത്രയും പോർഷനിൽ കുറച്ചും കൂടെ വരുന്നുണ്ട് കേട്ടോ. അതായത് ഈ ഒരു പോർഷനിലാണ് വർക്ക് വന്നിരിക്കുന്നത്. ഒരുപാട് ഹെവി ഒന്നും അല്ല, നല്ല അടിപൊളി കട്ട് ബീഡ്സും പേൾ വർക്കും ബുള്ളി നോട്ട്സ് ഒക്കെ വരുന്ന അടിപൊളി ഫ്രഞ്ച് നോട്ട്സ് ഒക്കെ വെച്ച് ചെയ്തിരിക്കുന്ന നല്ലൊരു ചെല്ല ഫ്ലവേഴ്സിന്റെ വർക്കാണ് ഇതിന്റെ കൂടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡിജിറ്റൽ ദുപ്പട്ടയാണ് കേട്ടോ. ഇതിന്റെ റേറ്റ് 1530 കേട്ടോ. ഇതൊരു ഗ്രീനിഷ് കളറാണ്, ഒരു പേസ്റ്റൽ ഗ്രീനിഷ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ കൂടെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഒരു കോഫി ബ്രൗൺ കളറാണ്. കോഫി വിത്ത് ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡുകളിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കളറിൽ ഈ ഒരു ഷെയ്ഡ് വരുമ്പോഴേക്കും നല്ല ഭംഗിയാണ് കാണാൻ. ഇതിന്റെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഡിജിറ്റൽ ദുപ്പട്ടയാണ്. ഡിജിറ്റൽ ജോർജറ്റില് ഡിജിറ്റൽ വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ആക്ച്വലി ഈ ഒരു ഫാബ്രിക് ഒരുപാട് പേര് നേരത്തെ കണ്ടപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഏതാണ്ട് ചിനോൺ ഫാബ്രിക് ആണ്. ശരിക്കും പറഞ്ഞാൽ കുറച്ച് തടിയൊക്കെ എന്നെ പോലെ തടിയൊക്കെ ഉള്ളവർക്കാണെങ്കിലും നല്ല ഒതുങ്ങി നിൽക്കുന്ന, അടിച്ചു കഴിഞ്ഞാൽ നല്ല സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല പെർഫെക്ഷൻ നിൽക്കുന്ന ഒരു ഐറ്റമാണ്. അതിന്റെ കൂട്ടത്തിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നതും സെയിം ചിനോൺ ഫാബ്രിക് തന്നെയാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ ഈ ഫാബ്രിക്സ് അവൈലബിൾ ആയിരിക്കും. അത് നമുക്ക് എന്താ പറയാ തടി കുറച്ച് തോന്നുന്നത് മാത്രമല്ല ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇടുമ്പോൾ. ശരിക്കും ഷോളൊക്കെ ആയിട്ട് യൂസ് ചെയ്യാനാണെങ്കിലും നല്ലൊരു ഓപ്ഷനാണ്. നല്ല ലെങ്തി ആയിട്ട് അടിക്കുമ്പോഴേക്കും നല്ല രസമാണ് കേട്ടോ കാണാൻ. അടുത്തത് വരുന്നത് കണ്ടില്ലേ ഒരു ഗ്രേ ഷെയ്ഡില് ഒരു
പിങ്ക് കളറിലെ ഡിസൈൻ എംബ്രോയിഡറി വർക്കും അതുപോലെ തന്നെ ഫുൾ കട്ട് ബീഡ്സ് പേൾ വർക്കും ചെയ്ത നല്ല ഭംഗിയിലുള്ള ഒരു നല്ല വർക്കാണ്. നല്ല ഹെവി ആയിട്ട് വരുന്ന നല്ല സ്റ്റൈലിഷ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു, അതായത് ഈ ഒരു കളറിൽ ഈ ഒരു പിങ്ക് ഷെയ്ഡ് വരുമ്പോഴേക്കും ഭയങ്കര അട്രാക്റ്റീവ് ആണ്. ഒരു ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിലും കാണുമ്പോൾ നല്ല രസമാണ്. അത് മാത്രമല്ല ഈ സൈഡിൽ രണ്ട് സൈഡിലും ടക്സ് ഒക്കെ ചെയ്തിട്ട് ടക്ക് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഫുൾ ബോഡിയിലും എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട്. അത് ആ സെയിം ടോണിലുള്ളതായത് കൊണ്ട് കളറുകൾ ഭയങ്കരമായിട്ട് എടുത്ത് കാണിക്കുന്നില്ല. പക്ഷെ ഈ ഒരു നല്ല രസമാണ് കേട്ടോ. പറഞ്ഞാൽ അതും ലോ കോസ്റ്റിലാണ് വന്നിരിക്കുന്നത്. 1240 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ഒരു ഗ്രേ ഷെയ്ഡിൽ തന്നെയാണ്. കണ്ടില്ലേ, അതായത് ഇതിലും ഫുള്ളായിട്ട് ഒരു ബുള്ളി നോട്ട്സിന്റെ ഒക്കെ വർക്കാണ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. കട്ട് ബീഡ്സ് ആണ് കേട്ടോ ഫുള്ളായിട്ട് വരുന്നത്. കട്ട് ബീഡ്സ് ആണ് വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 1600 ആണ്. ഇതിന്റെ എല്ലാം തന്നെ ബോട്ടം എല്ലാം തന്നെ ഷൺറൂൺ ആണ്. കാരണം എടുത്ത് കാണിക്കാത്തതാണ്. കാരണം ഒരുപാട് ജോർജറ്റ് ഉള്ളത് കൊണ്ടേ ടൈം കളയണ്ടെന്ന് വെച്ചിട്ടാണ്. ഇതിന്റെ ദുപ്പട്ട സെറ്റ് ചെയ്തിരിക്കുന്നതും സെയിം ടോണിൽ തന്നെയാണ്. ഇതൊരു ലൈക്ക് ഗ്രേ വിത്ത് പീച്ച് ഷെയ്ഡിലാണ് വരുന്നത്. പിങ്ക് അല്ല കേട്ടോ, പീച്ച് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. കാരണം ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും കളർ കറക്റ്റ് ആയിട്ട് കണ്ടില്ല. ഈ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ. ഈ കളേഴ്സ് ഒക്കെ കാണാൻ, കളർ മാത്രമല്ല ഈ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും തീർച്ചയായിട്ടും ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ്. കാരണം ഇത്രയും ലോ കോസ്റ്റിലാണ്, ഇത്രയും ഹെവി ഡിസൈൻസ് ആണ് ഇതിലൊക്കെ വരുന്നത്. ജോർജറ്റിൽ നിങ്ങൾക്ക് അറിയാലോ ഫാബ്രിക് തന്നെ കോസ്റ്റ്ലി ആണ്. കൂട്ടത്തിൽ ഒരു ഡിസൈൻ വരുമ്പോഴേക്കും ഭയങ്കരമായിട്ട് കുറച്ചും കൂടെ റേറ്റ് കൂടുന്നതാണ്. ഇത് കണ്ടില്ലേ, ഫുള്ളായിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ വന്നിട്ട് ഫുള്ള് വർക്ക് വന്നിട്ടുണ്ട്. ഫുൾ ബോഡിയിൽ സെയിം വർക്ക് വന്നിട്ടുണ്ട്. ശരിക്കും ഒരു ഫ്ലവർ ഡിസൈൻ, ഫുള്ളായിട്ട് ഫ്ലവർ ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. 1680 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇതിന്റെ കൂടെ സെറ്റ് ചെയ്തിരിക്കുന്ന ദുപ്പട്ടയാണെങ്കിലും നല്ല നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ കളറിലെ ഷെയ്ഡിലുള്ള ഫ്ലവർ വർക്ക് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പല ഐറ്റംസും ലിമിറ്റഡ് ക്വാണ്ടിറ്റി അവൈലബിൾ ആയിട്ടുള്ളൂ. ചില ഐറ്റംസ് മാത്രമേ ബൾക്കായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതിനുശേഷം നിങ്ങളോട് കാര്യം പറയാനായിട്ട് ഇത് കഴിയട്ടെ കേട്ടോ. ഒരു ചാർക്കോൾ ഗ്രേ കളറിലുള്ള സൽവാറാണ് കേട്ടോ. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ വർക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ താഴെയായിട്ട് വൈറ്റ് പോർഷൻ ഫുള്ളായിട്ട് കട്ട് ബീഡ്സ് ചെയ്തിട്ട് അതിനിടയിൽ കൂടിയാണ് ഫുള്ളായിട്ട് ഒരു ഫ്ലവർ ഡിസൈൻ പോയിരിക്കുന്നത്. ഇവിടെയാണെങ്കിലും അതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഈ രീതിയിലാണ്. സൈഡില് ക്രോഷ്യ ലേസ് ഒക്കെ വെച്ചിട്ട് ഉള്ളില് ഫുള്ളായിട്ട് ഒരു വാട്ടർ കളറിലെ ഒരു സീക്വൻസ് വർക്ക് പോയിട്ടുണ്ട്. കാരണം അത് എടുത്ത് കാണുമൊന്നുമില്ല, കുറച്ചൊരു എവിടെയോ ഒരു ഗ്ലേസി മാത്രമേ തോന്നുന്നുള്ളൂ. നല്ല ഭംഗിയാണ്, നല്ല സോഫ്റ്റും ആണ് കേട്ടോ. അടുത്തത് വരുന്നതും ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, നല്ല ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. സെയിം ടോണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അടുത്തത് ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ്. 1299 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഹെവി ആയിട്ടൊന്നും വർക്ക് വരുന്നില്ല, സിമ്പിൾ ആണ്. സീക്വൻസ് വിത്ത് പേൾ വർക്ക്സ് ആണ് വന്നിരിക്കുന്നത്. ഈ പേളിന്റെ കളറൊന്നും പോകുന്ന പേൾ അല്ല. പിന്നെ ഇവിടെയാണെങ്കിൽ ഒരു ഫ്ലവർ ഡിസൈൻ ആണ് ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കൂട്ടത്തില് 4 സൈഡിലും ക്രോഷ്യോ ലേസ് ചെയ്തിട്ട് ഉള്ളില് ഇവിടെ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്ലവർ ഡിസൈൻ ആണ് ഫുള്ളായിട്ട് ഫാബ്രിക്കിൽ വന്നിരിക്കുന്നത്. 1299 വരുന്നുള്ളൂ. നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ. ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള ഐറ്റം ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വിത്ത് ലൈനിങ് ആണ് ഇതൊക്കെ വരുന്നത്. അതിന്റെ തന്നെ ഒരു മെറൂൺ കളറാണ് കേട്ടോ. അടുത്തത് കാണിക്കുന്നത് സെയിം തന്നെയാണ് കേട്ടോ. റേറ്റ് സെയിം തന്നെയാണ് വരുന്നത്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഞാൻ ഏതെങ്കിലും പ്രൈസ് പറയാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് എൻക്വയറി ചെയ്താൽ മതിയായിരിക്കും. കാരണം ചില സമയത്ത് അറിയാതെ വിട്ടുപോകണം. മനഃപൂർവ്വം പറയാതിരിക്കണം അല്ല കേട്ടോ, ചിലപ്പോൾ വിട്ടുപോകണം. കണ്ടില്ലേ, മെറൂൺ ഷെയ്ഡ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്ര ഐറ്റംസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്.
ഇത് ഏതെങ്കിലും ഇഷ്ടമായി നിങ്ങൾ പർച്ചേസ് ചെയ്യാനായി നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രദ്ധിക്കാം. അത് മാത്രമല്ല നമ്മളുടെ പേജ് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ, യൂട്യൂബിൽ, ഇൻസ്റ്റാഗ്രാമിൽ വിസിറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അതിൽ നിന്ന് വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കാൻ ശ്രദ്ധിക്കുക. മാക്സിമം നിങ്ങൾ വാട്സാപ്പ് വഴി തന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമുക്ക് ഇന്റർനാഷണൽ ഡെലിവറി ഞാൻ ഓൾറെഡി നാളെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കില്ല, ഈസ്റ്റർ ആയതുകൊണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഈസ്റ്ററിന്റെ അഡ്വാൻസ് വിഷസ്. പിന്നെ അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഞാൻ വരുന്നതായിരിക്കില്ല. കാരണം എനിക്ക് എന്റെ തിരക്ക് കൊണ്ട് പലപ്പോഴും നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് സമയം കിട്ടാറില്ല. അപ്പൊ അതുകൊണ്ട് കൂടുതലായിട്ട് നമുക്ക് ഡിസൈൻസും മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം റെഗുലർ ആയിട്ട് ഞാൻ മാറി നിൽക്കുകയല്ല, ഇടയ്ക്ക് നിങ്ങളെ കാണാൻ തീർച്ചയായിട്ടും വരും. എനിക്ക് നല്ലൊരു സപ്പോർട്ടായിരുന്നു നിങ്ങൾ തന്നത്. തീർച്ചയായിട്ടും ഇതേ സപ്പോർട്ട് ഞങ്ങൾ നിവ ഡിസൈൻസിന് ഇനിയും പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇനി മുതൽ നമ്മുടെ ഡിസൈനർ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ ഐറ്റംസ് ഒക്കെ പരിചയപ്പെടുത്താനായിട്ട് എത്തുക. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് തന്ന അതേ സപ്പോർട്ട് ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മുടെ പുള്ളിക്കാരി ആദ്യമായിട്ടാണ് ചെയ്തു തുടങ്ങുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആ നമ്പർ ഫുൾ ടൈം അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കാണാൻ തീർച്ചയായിട്ടും വരും. താങ്ക് യു.